ഹലോ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മൾ നമ്മുടെ ആപ്പിൻ്റെ ഐക്കൺ ചേഞ്ച് ചെയ്യുന്നത് എന്നാണ്. നമ്മൾ ഓരോ പ്രാവശ്യം നമ്മളുടെ പ്രൊജക്റ്റ് ബിൽഡ് എടുക്കുമ്പോഴും നമുക്ക് ഇവിടെ വരുന്ന ഫ്ലട്ടറിൻ്റെ ഐക്കൺ ആയിരിക്കും അല്ലേ നമ്മുടെ ആപ്പിന് വരിക. നമ്മുടെ പ്രൊജക്റ്റിൻ്റെ ഐക്കൺ എന്ന് പറയുന്നത് നമ്മുടെ ഫ്ലട്ടറിൻ്റെ ഐക്കണാണ്. അപ്പോൾ ഈ ഐക്കൺ എങ്ങനെ ചേഞ്ച് ചെയ്ത് നോർമൽ കാണുന്ന ഇതുപോലുള്ള ഐക്കൺസ് എങ്ങനെയാണ് പ്ലേസ് ചെയ്യുന്നതെന്ന് നമുക്ക് ഇന്നത്തെ ട്യൂട്ടോറിയലിൽ നോക്കാം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ പ്രൊജക്റ്റിൻ്റെ ഈ ഒരു പ്രൊജക്റ്റ് പാനലിലേക്ക് വരിക. ഈ ഒരു പ്രൊജക്റ്റ് ടൂൾ വിൻഡോയിൽ വരിക. ഇവിടെ ആൻഡ്രോയിഡ് എന്ന് കാണാം അല്ലേ. അപ്പോൾ നമുക്ക് ആൻഡ്രോയിഡ് ക്ലിക്ക് ചെയ്യുക. അവിടെ ആപ്പിൽ SRCയിൽ മെയിൻ സെലക്ട് ചെയ്യുക. മെയിനിൽ റെസ്സിൽ ഇവിടെ നമുക്ക് കുറച്ച് ഫോൾഡേഴ്സ് കാണാം അല്ലേ. ഇന്ന് പറയാം ആൻഡ്രോയിഡ് ആപ്പ് ഐക്കൺ റിസോഴ്സ് ഫോൾഡേഴ്സ് എന്നാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാം ഇവിടെ ഫ്ലട്ടറിൻ്റെ ബിൽറ്റിൻ ആയിട്ടുള്ള ഐക്കണാണ് വന്നിരിക്കുന്നത്. സോ ഈ ഐക്കണാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇനി ഇത് റീപ്ലേസ് ചെയ്ത് നമ്മളുടെ ഐക്കൺ എങ്ങനെ പ്ലേസ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതൊക്കെ എന്താണ് ഈ ഫോൾഡേഴ്സ് എന്ന് വെച്ചാൽ ഒരേ ആപ്പ് ഐക്കൺ വ്യത്യസ്ത സ്ക്രീൻ ഡെൻസിറ്റി ഉള്ള ആൻഡ്രോയിഡ് ഫോണുകളിൽ ശരിയായ സൈസിൽ കാണിക്കാൻ ആൻഡ്രോയിഡ് യൂസ് ചെയ്യുന്ന ഫോൾഡേഴ്സാണ് ഇതൊക്കെ. അപ്പോൾ ഇതിനകത്ത് ഈ HDPI, ഈ മിറ്റ്മാപ്പ് HDPI എന്ന് പറയുന്നത് ഹൈ ഡെൻസിറ്റി പിക്സൽസ് ആണ്, കൂടുതൽ ഡെൻസിറ്റി ഉള്ള ഡിവൈസ്. അതുപോലെ MDPI എന്ന് പറയുന്നത് കുറഞ്ഞ സ്ക്രീൻ ഡെൻസിറ്റി ഉള്ള ഡിവൈസ്. ഇത് ഹൈ റെസല്യൂഷൻ ഡിവൈസസ്. അതുപോലെ ഇത് കുറച്ചുകൂടെ ഹൈ ഡെൻസിറ്റി ആയിട്ടുള്ള ഡിവൈസ്. അതുപോലെ വളരെ ഉയർന്ന ഡെൻസിറ്റി റെസല്യൂഷൻ ഉള്ള ഡിവൈസാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിനകത്ത് DPI എന്ന് പറയുന്നത് ഡോട്ട്സ് പെർ ഇഞ്ച് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇനി എങ്ങനെയാണ് നമുക്ക് ഈ ഫോൾഡേഴ്സിലേക്ക് നമ്മളുടെ ഐക്കൺ കൊണ്ടുവരുന്നത് എന്ന് നോക്കാം. അതുപോലെ നമുക്ക് ഈ ഐക്കൺ വ്യത്യസ്തങ്ങളായ വെബ്സൈറ്റ് യൂസ് ചെയ്തിട്ട് ചെയ്യാം. അതുപോലെ ഫ്ലട്ടറിൽ നമുക്ക് പാക്കേജ് യൂസ് ചെയ്യാൻ പറ്റും. ഫ്ലട്ടർ ഐക്കൺ ജനറേറ്റർ എന്ന് പറയുന്ന പാക്കേജ് യൂസ് ചെയ്ത് ചെയ്യാം. അപ്പോൾ ഇന്ന് നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത് ഐക്കൺ കിച്ചൺ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഇത് ചേഞ്ച് ചെയ്യുന്നത് എന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ക്രോമിലേക്ക് വരാം. ക്രോമിൽ ഐക്കൺ കിച്ചൺ, ഓക്കെ, ഐക്കൺ കിച്ചൺ എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്ന ഈ ഐക്കൺ കിച്ചൺ എന്ന് പറയുന്ന വെബ്സൈറ്റിലേക്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് കുറേ ഇമേജസ് കാണാമല്ലേ, ക്ലിക്ക് പാർട്ട് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അതുപോലെ ടെക്സ്റ്റ്, ഇമേജ്. ഓക്കെ, ഇപ്പം ഞാനിപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുവാണെങ്കിൽ ഇത് ഐക്കൺ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ ആൻഡ്രോയിഡ്, iOS, വെബ്. ഇനി നമുക്ക് വേറെ ഏതെങ്കിലും പ്ലാറ്റ്ഫോംസിലേക്കാണ് ഐക്കൺസ് ജനറേറ്റ് ചെയ്യേണ്ടതെങ്കിൽ അതേതാണ് ഇവിടുന്ന് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ ഫോണിൻ്റെ ഓരോ ഫോണിലും എങ്ങനെയായിരിക്കും കാണുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഐക്കൺ ആൻഡ്രോയിഡ് ഡിവൈസിലാണെങ്കിൽ ഇങ്ങനെയായിരിക്കും. ഇനി iOSലാണെങ്കിൽ ഇങ്ങനെയായിരിക്കും. വെബിലാണെങ്കിൽ ഓക്കെ എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഇപ്പം ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് മൾട്ടിപ്പിൾ ഡിവൈസിലേക്ക് ഓരോ പ്രാവശ്യവും ഇവിടെ നമുക്ക് ഐക്കൺ ജനറേറ്റ് ചെയ്ത് ഇവിടെ ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഏതൊക്കെ പ്ലാറ്റ്ഫോംസിലേക്കാണ് വേണ്ടതെന്ന് ഒരുമിച്ച് നമുക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, ഇനി ഇവിടെ ടെക്സ്റ്റ് നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ ടെക്സ്റ്റ് എന്താണോ വേണ്ടത് അത് ഇവിടെ ആഡ് ചെയ്യാം. ഫോണ്ടും കളറും ഒക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാം. ഇനി ഞാനൊരു ഇമേജ് എങ്ങനെയാണ് ആഡ് ചെയ്യുന്നതെന്ന് പറയാം. അപ്പോൾ ഇമേജ് സെലക്ട് ചെയ്യാം. നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന് ഒരു ഇമേജ് ഓക്കെ ഡ്രോപ്പ് ചെയ്യാം. ഓക്കെ, ഇപ്പം ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന ഇമേജ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് അല്ലേ. ഇതിപ്പോൾ iOSലാണെങ്കിൽ ഈ ആപ്പ് ഐക്കൺ ഇങ്ങനെ വരിക, ആൻഡ്രോയിഡിലാണെങ്കിൽ ഇങ്ങനെയായിരിക്കും. അപ്പോൾ ഇനി ഇതിവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഐക്കൺ ഇവിടെ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഡൗൺലോഡ്സിൽ
നോക്കാം. ഓക്കെ, ഐക്കൺ കിച്ചൺ ഔട്ട്പുട്ട് എന്ന് ഇവിടെ വന്നിട്ടുണ്ട്. അത് സെലക്ട് ചെയ്യുക. നമ്മൾ 3 പ്ലാറ്റ്ഫോംസിലേക്ക് ടിക്ക് ചെയ്തിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആൻഡ്രോയിഡ് മതിയെങ്കിൽ ആൻഡ്രോയിഡ് മാത്രം സെലക്ട് ചെയ്താൽ മതി. ബാക്കി മുകളിലുള്ളത് ഇവിടെ വന്നിട്ട് അൺടിക്ക് ചെയ്യാം. ഏതൊക്കെ പ്ലാറ്റ്ഫോംസിലേക്കാണോ വേണ്ടത് അത് സെലക്ട് ചെയ്യുക, അല്ലാത്തത് അൺടിക്ക് ചെയ്യുക. ഓക്കെ, ഇനി ആൻഡ്രോയിഡിലേക്കാണ് വേണ്ടതെങ്കിൽ ദാ ഇവിടെ ആൻഡ്രോയിഡ് ഫോൾഡറിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ റസിൽ ദാ മിപ്പ് മാപ്പ് എന്ന് പറയുന്ന 5 ഫോൾഡേഴ്സും വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം. ഈ 5 ഫോൾഡറും സെലക്ട് ചെയ്യുക. ദെൻ അത് കോപ്പി ചെയ്യുക. എന്നിട്ട് നമുക്ക് നമ്മുടെ പ്രൊജക്റ്റിൻ്റെ ഫോൾഡറിൽ വരിക. ഓക്കെ, എൻ്റെ പ്രൊജക്റ്റിൻ്റെ ഫോൾഡറിൽ ആൻഡ്രോയിഡ് സെലക്ട് ചെയ്യാം. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ആൻഡ്രോയിഡിൽ ആപ്പിൽ SRCയിൽ മെയിനിൽ റസിൽ ദാ ഈ 5 ഫോൾഡേഴ്സ്. നമ്മുടെ ഫ്ലട്ടറിൻ്റെ ഐക്കൺ ഓരോ ഡിവൈസ് അനുസരിച്ച് പ്ലേസ് ചെയ്തിരിക്കുന്ന 5 ഫോൾഡേഴ്സ് ആണ്. അപ്പോൾ ഇത് സെലക്ട് ചെയ്യുക, ഇവിടെ ഡിലീറ്റ് ചെയ്യുക. ദെൻ നമ്മളിവിടെ കോപ്പി ചെയ്തിരിക്കുന്നത് ഇങ്ങോട്ടേക്ക് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ പ്രൊജക്റ്റിൻ്റെ ഫോൾഡറിൽ അതാ ഓക്കെ, നമ്മുടെ ഐക്കൺ ആൻഡ്രോയിഡിൻ്റെ ഐക്കൺ മാറി. അപ്പം തന്നെ നമ്മളിപ്പോൾ കൊടുത്തിരിക്കുന്ന ഐക്കൺ അവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സ്ക്രീൻ ഒന്ന് പ്രൊജക്റ്റ് ഒന്നും കൂടെ റൺ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഈ ഒരു ഐക്കൺ മാറിയിട്ട് നമ്മുടെ ഐക്കൺ വരുന്നത് നോക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ പ്രൊജക്റ്റ് റൺ ആയിട്ടുണ്ട്. ഇതാ അവിടെ ഐക്കൺ മാറി വന്നിട്ടുണ്ട്. അതുപോലെ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോഴും ഐക്കൺ അവിടെ ചേഞ്ച് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് ഇത്രയാണ് ഈ ട്യൂട്ടോറിയലിൽ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഐക്കൺ ചേഞ്ച് ചെയ്യുന്നത് എന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് ഒരു എപ്പിസോഡുമായിട്ട് നെക്സ്റ്റ് ഡേ കാണാം. അതുവരെ ബൈ. ഓക്കെ.